ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ മോർണിംഗ് ഒരു 6 ഒക്കെ ആയപ്പോൾ എണീറ്റു കേട്ടോ. 7:30 ഒക്കെ ആയപ്പോഴത്തേക്കും റെഡിയായി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവാണ്. അപ്പോൾ തുമ്പിക്കുട്ടിയുടെ ഹോളിഡേയ്സൊക്കെ കഴിയാനായി എന്ന് ഞാൻ ലാസ്റ്റ് വ്ളോഗിൽ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നമ്മൾ വീണ്ടും പെട്ടെന്നാണ് ഒരു പ്ലാൻ ചെയ്തത്, നമുക്കൊരു ബീച്ച് ഡേ ആവാം എന്ന്. അപ്പോൾ ഫ്രണ്ട്സും ഓക്കെ ആയപ്പോൾ നമ്മളൊരു സ്റ്റേക്കേഷനാണ് കേട്ടോ ഒന്ന് പ്ലാൻ ചെയ്യുന്നത്. നമ്മളിന്ന് ബോൺമൗത്ത് ബീച്ചിലേക്കാണ് പോകുന്നത്. അത് ഇവിടെ നിന്ന് ലണ്ടനിൽ നിന്ന് ഏകദേശം ഒരു 3.5 hours ട്രാവലിംഗ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് അവിടെ സ്റ്റേ ചെയ്യാണ്. നാളെ നമുക്ക് വേറൊരു പ്ലാനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് റെഡി ആവാണ്. ഫ്രണ്ട്സ് ഇപ്പോൾ വരും നമ്മളെ പിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ബീച്ച് ഡേ ആയതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ മസ്റ്റാണ്. നമ്മൾ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ എവിടെയെങ്കിലും പുറത്ത് പോയാൽ അന്ന് മുഖം മുഴുവൻ ടാനായി ആകെ നാശമാവും. പിന്നെ ലിപ്സ്റ്റിക്ക് ഇല്ലാതെ ഫുഡ് പോലും കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ലിപ്സ്റ്റിക്കും മസ്റ്റാണ് കേട്ടോ. പിന്നെ ഇന്ന് എൻ്റെ കണ്ണ് ഫുൾ നല്ല ഡള്ളായിരിക്കുന്നു എന്ന് തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. യൂഷ്വലി ഞാൻ കണ്ണ് എഴുതാറില്ല കേട്ടോ, പക്ഷെ ഇപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഒന്ന് കണ്ണ് എഴുതാൻ തോന്നിയത്. കണ്ണ് എഴുതുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആയ പോലെ തോന്നും. അപ്പോഴത്തേക്ക് ഫ്രണ്ട്സ് നമ്മളെ പിക്ക് ചെയ്യാൻ വന്നു. നമ്മളത് യാത്ര ആരംഭിച്ചു കേട്ടോ. ഈ ഫ്രണ്ട്സും ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ടുള്ളൊരു യാത്ര എപ്പോഴും ഒരു ഫണ്ണാണല്ലോ, നമുക്ക് ബോറടിക്കില്ല. പിന്നെ വണ്ടിയിൽ ഇങ്ങനെ സംസാരവും കളിയും ചിരിയും കുട്ടികളുടെ പാട്ടും ബഹളമൊക്കെ ആയിട്ട് ഇങ്ങനെ പോവായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ല വിശപ്പായി. ലഞ്ചിനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു ഏകദേശം. അപ്പോൾ നമ്മൾ നല്ല ഒരു പറ്റിയ സ്ഥലത്ത് വണ്ടി നിർത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവർ 2 കുട്ടികളെയും ഫുഡ് കഴിപ്പിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. 2 പേർക്കും ഫുഡിനോട് വലിയ താല്പര്യമില്ലാത്ത ആളുകളായതുകൊണ്ട് അവിടെ അത്യാവശ്യം കുറച്ച് ടൈം എടുത്തു. പിന്നെ വെയിൽ പോകുന്നതിന് മുമ്പ് ബീച്ചിലെത്തണം എന്നുള്ളതുകൊണ്ട് വേഗം ഇറങ്ങി കേട്ടോ. അതിന് നമ്മൾ ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ നല്ല അത്യാവശ്യം ഒരു ചെറിയ ഫാമിലിക്ക് നിൽക്കാൻ പറ്റിയ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂം തന്നെയായിരുന്നു കേട്ടോ. നല്ല ലൈറ്റ്, എവിടെ ക്യാമറ വെച്ചാലും ലൈറ്റ് കിട്ടുന്നൊരു റൂമായിരുന്നു. ഏത് ആംഗിളിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും എടുത്താലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ ഒരു അത്യാവശ്യം കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള, അത്യാവശ്യം കുറേ മിറേഴ്സൊക്കെ ഉള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു റൂമാണ്. നമ്മളെവിടെ പോയാലും ആദ്യം വാഷ്റൂമാണല്ലോ പോയി നോക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു വാഷ്റൂം ആയിരുന്നു കേട്ടോ. അപ്പോൾ വേഗം ഇനി നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങുകയാണ്. ബീച്ച് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, നമ്മുടെ റൂമിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അപ്പോൾ കുറച്ച് നടക്കാനേ ഉള്ളൂ, ഒരു 5 minutes പോലും ഇല്ല ബീച്ചിലേക്ക് നടക്കാനായിട്ട്. അപ്പോൾ വേഗം വെയിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഇറങ്ങാൻ നോക്കുകയാണ്. ഈ റൂമിൻ്റെ വിൻഡോ കൂടെ നോക്കുമ്പോൾ കാണുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ് കേട്ടോ. അവിടെയൊക്കെ സ്ഥിരമായിട്ട് താമസിച്ച് വരുന്ന ആളുകളുടെ പ്രോപ്പർട്ടീസാണ് അതൊക്കെ. അങ്ങനെ ബീച്ച് എത്താനായി നമ്മൾ വേഗം തന്നെ ഇറങ്ങി കേട്ടോ. അത്യാവശ്യം വെയിലുണ്ടെങ്കിൽ പോലും നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരെന്തായാലും വെള്ളത്തിലിറങ്ങി കളിക്കാമെന്നുള്ളൊരു മൂഡിലാണ് പോകുന്നത് കേട്ടോ. നല്ല കാറ്റായിരുന്നു. പിന്നെ ഒരുപാട് പേര് ഇവിടെ സൺബാത്തിനൊക്കെ ആയിട്ട് വന്ന് കിടക്കുന്നുണ്ട്. കാണാനും കുറച്ച് നേരം സമാധാനമായിട്ട് റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ബോൺമൗത്ത് ബീച്ച് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകാർ വരുന്നൊരു സ്ഥലം കൂടിയാണ്. നമുക്ക് ലണ്ടനിൽ നിന്ന് ഒരു 3.5 hours ഡിസ്റ്റൻസ് വരുന്നത്, ട്രാവലിംഗ് ഡിസ്റ്റൻസ് വരുന്നത്. പക്ഷേ എന്നാലും വേർത്താണ് കേട്ടോ. ഇവിടെ വന്ന് കാണേണ്ട, സ്റ്റേ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയായിരുന്നു. നമുക്ക് നല്ല സമ്മർ ടൈമിൽ മാത്രമേ വന്നിട്ട് കാര്യമുള്ളൂ. അങ്ങനെ നമ്മൾ മേലെ നിന്ന് താഴെ ബീച്ചിൻ്റെയൊക്കെ ഇറങ്ങി. ബീച്ചിൽ തുമ്പിക്കുട്ടി കളിച്ച് മറയാണ് കേട്ടോ. പക്ഷെ ഒരു മണിക്കൂർ കളിച്ചപ്പോഴത്തേക്കും ആൾക്ക് തണുക്കണമെന്ന് പറഞ്ഞ് പിന്നെ കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് തിരിച്ച് കയറി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും കുറേ സീഗൾസ് ഇങ്ങനെ പറന്ന് വന്നു കേട്ടോ ഫുഡ് എടുക്കാൻ. നമ്മളത് കൊടുത്തില്ലെങ്കിൽ ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് കൊണ്ടുപോകും. അങ്ങനെ ബീച്ചിലെ കളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തി ഒന്ന് കുളിച്ച് ഫ്രഷായി. മുഖത്തൊക്കെ അപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ടാൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്ര സൺസ്ക്രീൻ ഉണ്ടെന്ന് പറഞ്ഞാലും ടാൻ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ റെഡി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. തുമ്പിക്കുട്ടി അതിനിടയിൽ ബ്ലാങ്കറ്റിനുള്ളിൽ കുത്തി മറിഞ്ഞ് കളിക്കുകയാണ്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ പോകണം, ഡിന്നർ കഴിക്കാൻ പോകണം. നമ്മളിപ്പോഴേ സെർച്ചിങ് സ്റ്റാർട്ട് ചെയ്താലാണ് നല്ലൊരു സ്ഥലത്ത് ഫുഡ് കഴിക്കാനായിട്ട് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഡിന്നറിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ് കേട്ടോ ഇനി. അപ്പോൾ പിള്ളേർ കഴിക്കുന്ന ഫുഡും കൂടെ വേണമല്ലോ. അതുകൊണ്ട് നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നോക്കി പോയതാണ്. 29 Spices എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് എത്തിയത്. പക്ഷെ അവിടെ ബംഗാളി ഫുഡും കൂടെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു.
ഫുഡ് ഭയങ്കര മോശമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല ഫുഡ്. കുട്ടികളും വല്ലാണ്ടൊന്നും കഴിച്ചില്ല. കുറേ നേരം വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. അവർ ആദ്യം തന്നെ നമുക്ക് സെർവ് ചെയ്തത് ഒരു പ്ലേറ്റ് പപ്പടവും ഇതുപോലെ കുറേ ടച്ചിങ്സും ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ചാട്ട് മസാല ഒക്കെ കഴിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നമ്മൾ 3 ഡിഫറെൻറ്റ് ഡിഷസ് പറഞ്ഞിട്ട് 3 കറിയും ഏകദേശം ഒരുപോലെ തന്നെയായിരിക്കും ഉണ്ടായിരുന്നത്. സെയിം ഗ്രേവി തന്നെയാണ് കേട്ടോ അവർ 3 കറിയിലും യൂസ് ചെയ്തത്. അപ്പോൾ ഡിന്നർ ആകെ കുളമായി. അങ്ങനെ തിരിച്ച് ഇതേ റൂമിലേക്ക് പോവാണ്. അപ്പോൾ കുട്ടികൾ ഇത്ര നേരം ബീച്ചിൽ കളിച്ചിട്ടും ബഹളമൊക്കെ ആയിട്ടും ടയേർഡായിരുന്നില്ല കേട്ടോ. ഇവരിങ്ങനെ കളിയും ബഹളവും പാട്ടൊക്കെ ആയിട്ട് വണ്ടിയിൽ ഇങ്ങനെ എൻജോയ് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കുമ്പോൾ അതും ഒരു എൻജോയ്മെൻ്റ് ആണല്ലോ. ഇനി നമ്മൾ നാളെ രാവിലെ തന്നെ ഒന്നുകൂടി ബീച്ചിൽ പോയിട്ട് ഒരു എക്സൈറ്റിംഗ് സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നാളത്തെ വ്ളോഗ് കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ നമ്മുടെ കൂടെ നമ്മുടെ വേറൊരു ഫ്രണ്ടും ഫാമിലിയും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളെ ഒരു എക്സൈറ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.